വെക്കാറുണ്ട് വർഗീയത തുലയട്ടെ എന്ന്. നിനക്ക് ആത്മാർത്ഥമായി ഇന്ത്യയിൽ നിന്നും വർഗീയത അവസാനിപ്പിക്കാൻ നിന്റെ സംഭാവന എന്താണ്? നീ സംഭാവന ചെയ്യുന്നുവെങ്കിൽ നീ രാഹുൽ ഗാന്ധിയെ അപഹസിക്കാൻ മുന്നോട്ട് വരുമോ? നീയും പറയുന്നത് കോൺഗ്രസിന്റെ പതാക ഉയർത്താത്ത നാമനിർദ്ദേശ പത്രിക സമർപ്പണം, മുസ്ലിം ലീഗിന്റെ പതാക ഉയർത്താത്ത നാമനിർദ്ദേശ പത്രിക സമർപ്പണം. വിനയത്തോടെ ചോദിക്കട്ടെ, നിന്റെ ചെങ്കൊടിയുണ്ടല്ലോ, അത് ഇന്ത്യയിൽ നിലനിൽക്കണമെങ്കിൽ കോൺഗ്രസിന്റെ പിന്തുണ വേണമെന്ന് നിനക്കറിയാമല്ലോ. കേരളത്തിലെ 15 സീറ്റിലൊഴികെ ബാക്കി മത്സരിക്കുന്ന സീറ്റുകളിൽ നിങ്ങൾ വെക്കുന്ന പടം പിണറായി വിജയന്റെ പടമല്ല. അവിടെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ, അവരുടെ ബാനറുകൾ വരുന്ന ചിത്രം എന്ന് പറയുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പടമല്ല, പകരം രാഹുൽ ഗാന്ധിയുടെ ചിത്രമാണ് വരുന്നത്. അറിയാമല്ലോ, നമുക്ക് തമിഴ്നാട്ടിൽ DMK-ക്ക് 4 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച സീറ്റാണ് CPM അവർ കൊടുത്തത്. അങ്ങനെ കൊടുക്കാനുണ്ടായ കാരണം രാജ്യത്ത് മതനിരപേക്ഷത തിരിച്ചു വരണം, ജനാധിപത്യം മരിച്ചുപോയിക്കൂടാ, ജനാധിപത്യം മരിച്ചു പോകരുത്, മതേതരത്വം ക്ഷയിച്ചു പോകരുത് എന്ന ചിന്തയിൽ നിങ്ങൾക്ക് നൽകി 4 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷമുള്ള ഏറ്റവും സേഫായ സീറ്റ് ഇന്ത്യ മുന്നണി CPM-ന് സമ്മാനിച്ചു. ആ സീറ്റിൽ മത്സരിക്കുന്ന ആൾ, നിങ്ങൾ വെക്കുന്ന ബാനറിൽ ഒരു വശത്ത് രാഹുൽ ഗാന്ധിയുടെ ഫോട്ടോ ഉണ്ട്, മറുവശത്ത് സ്റ്റാലിന്റെ ഫോട്ടോ ഉണ്ട്, ഒരു ഭാഗത്ത് മുസ്ലിം ലീഗിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് ഫോട്ടോ ഉൾപ്പെടെ വെച്ചുകൊണ്ട് വോട്ട് തേടുമ്പോ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. ഞങ്ങൾ പറയട്ടെ, ഒരു മതനിരപേക്ഷ കക്ഷി എന്ന നിലയിൽ CPM ഇല്ലാതാ പോകണമെന്ന് ഞങ്ങൾ ആരും വിചാരിക്കുന്നില്ല. പക്ഷെ നീ ഇല്ലാതാകണമെന്ന് ആഗ്രഹിക്കുന്ന BJP, നീ നശിച്ചു പോകണമെന്ന് ആഗ്രഹിക്കുന്ന RSS, ആ RSSന്റെ കൂടെ കൂടാൻ എന്റെ CPM-ന്റെ കേരള മുഖ്യമന്ത്രിക്ക്, കേരള പാർട്ടിക്ക് എന്തേ താല്പര്യം? ഞാനിത് വെറുതെ പറയുന്നതല്ല. രാഹുൽ ഗാന്ധി അപഹസിച്ചുകൊണ്ട് നിങ്ങൾ പ്രചരണം തുടങ്ങി. ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോ നിരവധി തവണ പത്രക്കാരെ കണ്ട് നമ്മുടെ പിണറായി വിജയൻ ഒരു തവണ പോലും അമിത്ഷാക്കെതിരെ നാവ് പൊക്കിയിട്ടില്ല, നരേന്ദ്രമോദിക്കെതിരെ നാവ് പൊക്കിയിട്ടില്ല. ഞങ്ങൾക്കറിയാം അതിന് പിന്നിൽ ചില രഹസ്യങ്ങളുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. പ്രതിപക്ഷ മുഖ്യമന്ത്രിമാരിൽ ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിലെ പ്രതിപക്ഷ മുഖ്യമന്ത്രിമാർ അവരേറെയും ഇന്ന് ജയിലറകളിലാണെന്ന കാര്യം നമുക്കറിയാം. ഡൽഹിയിലെ കെജ്രിവാൾ ആയാലും ഷിബു സോറന്റെ മകനായാലും എല്ലാവരും ജയിലറകളിലാണുള്ളത്. അവർക്ക് നേരെ ED-യും IT-യും ഒക്കെ പാഞ്ഞു പൊടിക്കൊണ്ട് അവർ അറസ്റ്റ് ചെയ്യുന്നു, ഇല്ലാത്ത കേസുകൾ ഉണ്ടാക്കുന്നു എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുമ്പോ കേസുകളുടെ ഒരു തിരമാല തന്നെ കേരള മുഖ്യമന്ത്രിയുടെ കഴുത്തിലുള്ളപ്പോ നിനക്ക് BJP-യെ ഭയമായിരിക്കുന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് വലിയ സങ്കോചമൊന്നുമില്ല. ഞങ്ങൾക്കറിയാം, നരേന്ദ്രമോദിക്കെതിരെ കൈ ഉയർത്തിയാൽ, അമിത്ഷാക്കെതിരെ നിന്റെ ശബ്ദമുയർന്നാൽ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൽ നോർത്ത് ബ്ലോക്കിൽ 3-ാം നിലയിൽ AC റൂമിൽ ഇരിക്കുന്ന പിണറായി വിജയൻ തൊട്ടടുത്തുള്ള പൂജപ്പുര സെൻട്രൽ ജില്ലയിലേക്ക് പോകേണ്ടി വരും. ഒരു സമാധാനമുണ്ട്, കെജ്രിവാൾ പോയത് ഒറ്റക്കാണെങ്കിൽ പിണറായി വിജയൻ പോകുമ്പോ കൂടെ മകളുണ്ടാകും, മകൾക്ക് സപ്പോർട്ടായി മരുമകനുണ്ടാകും. കുടുംബസമേതം പൂജപ്പുര സെൻട്രൽ ജില്ലയിലേക്ക് പോകാതിരിക്കാൻ, ഇന്ത്യയുടെ മതേതരത്വത്തിന് മരണത്തിന് വിട്ടുകൊടുക്കാൻ ഈ ഗവൺമെന്റ് തയ്യാറായിക്കൊണ്ട് BJP-യുമായി അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് ഈ മുൻ മുഖ്യമന്ത്രി മുന്നോട്ട് പോകുമ്പോ അങ്ങനെ പറയില്ല എന്ന് നമുക്കറിയാം. ഇന്നലെ നമുക്കറിയാമല്ലോ, വയനാട്ടിലെ NDA-യുടെ സ്ഥാനാർത്ഥി BJP-യുടെ സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രൻ പറയുന്നത്, ഞാൻ വിജയിച്ചാൽ സുൽത്താൻ ബത്തേരിയുടെ പേര് മാറ്റും, ഗണപതി വട്ടം എന്ന പേര് കൊണ്ടുവരും. പ്രിയപ്പെട്ട BJP-ക്കാരാ, ഈ സ്ഥലനാമങ്ങൾ മാറ്റിയാൽ BJP-യിൽ വിശ്വസിക്കുന്ന നിങ്ങളുടെ പിറകിൽ നിൽക്കുന്ന ഹൈന്ദവ സമൂഹത്തിൽപ്പെട്ട ആളുകൾക്ക് അവരുടെ വിശപ്പ് മാറുമോ? അവരുടെ വീട്ടിലെ ഗ്യാസിന്റെ വില കുറയുമോ? നമ്മുടെ പെട്രോളിന്റെ ഡീസലിന്റെ വില കുറയുമോ? അതല്ലേ ഈ തെരഞ്ഞെടുപ്പിൽ പറയേണ്ടത്? പകരം പറയുന്നത് ഇത്തരം പ്രചരണങ്ങളാണ് BJP നടത്തുന്നത്. എന്നാൽ കേരളത്തിലെ മുഖ്യമന്ത്രി BJP-ക്ക് അനുകൂലമായി നിലപാടെടുക്കുന്നു. നമുക്കറിയാമല്ലോ, തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥിയെ പറ്റി ചോദിച്ചപ്പോ EP ജയരാജൻ പറഞ്ഞത് ആള് കേമനാണെന്നാ പറഞ്ഞത്. ഇന്നലെ നമുക്കറിയാം തൃശൂരിലെ സ്ഥാനാർത്ഥിയെ കുറിച്ച്, തൃശൂരിലെ നിലവിലെ മേയർ വർഗീസ് എന്ന് പറയുന്ന കക്ഷി, അദ്ദേഹം CPM-ന്റെ പിന്തുണയോടുകൂടി തൃശൂരിന്റെ മേയറായിരിക്കുന്ന ആളാ. സുരേഷ് ഗോപിയെ കൂടെ ഇരുത്തിക്കൊണ്ട് പറഞ്ഞത് സുരേഷ് ഗോപി ഫിറ്റാണെന്നാണ്, MP ആകാൻ ഫിറ്റാണെന്ന് പത്രക്കാരോട് പറഞ്ഞു. ഒരു ദിവസം കഴിഞ്ഞപ്പോ വർഗീസ് പറയുന്നത് അദ്ദേഹത്തിന്റെ ബോഡി ഫിറ്റാണ് എന്നാണ് ഞാൻ പറഞ്ഞതെന്നാണ് പറയുന്നത്. തൃശൂരിൽ സുരേഷ് ഗോപി വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളിന്റെ പേര് CPM-ന്റെ മേയർ മാത്രമല്ല, CPM-ന്റെ നേതാക്കന്മാർ അങ്ങനെ ആഗ്രഹിക്കുന്നു. പകരം അവർക്ക് എന്ത് നൽകുമെന്ന് ചോദിച്ചാൽ
വടകര നൽകുമെന്ന് സുരേന്ദ്രൻ പറയാതെ പറയുന്നു. സുരേന്ദ്രൻ പറഞ്ഞല്ല, പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകില്ല എന്ന് സുരേന്ദ്രൻ പറഞ്ഞു. എന്നാൽ വടകരയിലെ ജനങ്ങൾ ഒന്നായി പറയുന്നു, പാലക്കാട്